ഹേ ഗൈസ്, സാൻ ഹിയർ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ്റെ സ്പോയിലർ റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ പടം ഇതേവരെ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ആദ്യം തിയേറ്ററിൽ പോയിട്ട് പടം കാണുക, അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണുക. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. റിവ്യൂയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ കൊച്ചിയിൽ വനിതാ വിനിതയിൽ മാർവൽ ഫാൻസ് ഇന്ത്യ സ്പെഷ്യൽ ഷോ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ 7 മണിക്കാണ് സ്പെഷ്യൽ ഷോ വെച്ചത്. തിയേറ്റർ ഫുൾ പാക്ഡ് ആയിരുന്നു. അതേപോലെ നമ്മൾ ഗസ്റ്റ് ആയിട്ട് ഗോകുൽ സുരേഷിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാർവൽ ഇന്ത്യ നമുക്ക് കുറച്ച് ഗുഡീസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, പോസ്റ്റേഴ്സും ഒക്കെ. സോ പോസ്റ്റേഴ്സ് നമ്മളെല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഗുഡീസ് ഉണ്ടായിരുന്നു. നമ്മൾ ക്യുസൊക്കെ വെച്ചിട്ട് അതുവഴി അതിന് ഉത്തരം പറഞ്ഞവർക്കൊക്കെയാണ് ഡെഡ്പൂളിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഈ ഗുഡീസും ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു ഫാൻസിൻ്റെ കൂടെ അതിരുന്ന് എൻജോയ് ചെയ്യാൻ, മൂവി എൻജോയ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് കേട്ടോ. നമ്മൾ ശരിക്കും നോർമലായിട്ടുള്ള ആൾക്കാരുടെ കൂടെ പോയിരുന്ന് ഈ മൂവി കണ്ടു കഴിഞ്ഞാൽ അത്ര നമുക്ക് ഇങ്ങോട്ട് എന്താ ആവേശം എന്താണെന്ന് മനസ്സിലാവില്ല നമുക്ക്. ശരിക്കും ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ ഫാൻ ഷോക്കൊക്കെ പോകുന്ന ആ ഒരു ടീം തന്നെയാണ് ഇത് സെറ്റ് ചെയ്തതും. ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു ക്രൗഡ് തരുന്ന എനർജി, അല്ലെങ്കിൽ ഓരോ സീനിനും കിട്ടുന്ന എനർജി, അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മാർവലിൻ്റെ ഫാൻ ഷോയ്ക്കൊക്കെ പോകണം. സോ നമ്മൾ മാർവൽ ഫാൻസ് ഇന്ത്യ ഇതേപോലെ ഇവൻറ്റുകളൊക്കെ അല്ലെങ്കിൽ ഫാൻ ഷോസൊക്കെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഗ്രൂപ്പ് ഫോളോ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ മാർവൽ ഫാൻസ് ഇന്ത്യയെ ഫോളോ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ പലരും ഈ ഒരു മാർവലിൻ്റെ ഫാൻ ആയത് ഒരു പക്ഷേ MCUയുടെ തുടക്കത്തിന് ശേഷമായിരിക്കും. അല്ലെങ്കിൽ കുറേ പേര് സ്പൈഡർമാൻ കണ്ടിട്ട് മാർവൽ ഫാൻസ് ആയവരുണ്ടായിരിക്കും. പക്ഷേ ഞാൻ ശരിക്കും ഒരു മാർവൽ ഫാൻ ആയത് എക്സ്മെനിൽ നിന്നാണ്. അതും എക്സ്മെൻ സിനിമയല്ല, എക്സ്മെൻ കാർട്ടൂൺ, നമ്മുടെ കാർട്ടൂൺ നെറ്റ്വർക്കിൽ വരികയായിരുന്നു പണ്ട് കാലത്ത്, എക്സ്മെൻ എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഇത് കണ്ടിട്ടാണ് ഞാനതിൽ എക്സ്മെൻ്റെ ഫാനായത്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 ക്യാരക്ടേഴ്സ്, ഒന്ന് വോൾവറിനും പിന്നെ അതേപോലെ സ്പൈക്ക് എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അതിനെ പിന്നെ വേറെ മൂവീസിലും കാര്യങ്ങളൊന്നും ഞാൻ കാര്യമായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇവർ രണ്ടുപേരായിരുന്നു എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ. ജീൻ ഗ്രേ എന്ന് പറയുന്നത് ശരിക്കും എൻ്റെ ഒരു ക്രഷ് ആയിരുന്നു ആ സമയത്ത്. എനിവേയ്സ്, അപ്പോൾ ഇത് കണ്ട് കാർട്ടൂൺ നെറ്റ്വർക്കിൽ നിന്ന് കണ്ടു തുടങ്ങിയിട്ട് പിന്നെ ഞാൻ നേരെ കിടക്കുന്നത് നമ്മുടെ എക്സ്മെൻ ഫസ്റ്റ് മൂവിയിലാണ്. അതും ഈ ഒരു കാലം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴത്തെ പോലെ എന്താ പറയുക, മൂവീസൊന്നും ഈസിലി അവൈലബിൾ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. തിയേറ്ററിലൊന്നും ഈ പടങ്ങളൊന്നും വരില്ല. ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഒബിയസ്ലി എക്സ്മെനൊന്നും ഇവിടെ വന്ന് കളിച്ചു പോകാൻ സാധ്യത ഉണ്ടായിട്ടില്ല. ഞാൻ പണ്ട് ഗോൾഡൻ ഐ എന്ന് പറഞ്ഞിട്ട് ജെയിംസ് ബോണ്ടിൻ്റെ ഒരു മൂവി ഉണ്ട്. അതിൻ്റെ VCD നമുക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ 20th സെഞ്ച്വറി ഫോക്സിൻ്റെ ഈ ഒരു പടത്തിൻ്റെ ട്രെയിലർ, അങ്ങനെയാണ് ഇതിൻ്റെ ട്രെയിലർ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ആക്ച്വലി ഞാൻ എക്സ്മെൻ്റെ ശരിക്കും മൂവി ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. ആ സമയത്ത് ഈ എക്സ്മെൻ്റെ ഫസ്റ്റ് മൂവി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ അന്വേഷിച്ചു. ഇവിടെയുള്ള കംപ്ലീറ്റ് CD കടകളിലൊക്കെ അന്വേഷിച്ചു. പക്ഷേ സാധനം കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു ഒന്ന് എക്സ്മെൻ X2 ഇറങ്ങിയ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ട് അധികം നാളായിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു X2 ഇവിടെ റിലീസായിരുന്നു എന്ന് തോന്നുന്നു. അതിൻ്റെ ക്യാമ്പ് പ്രിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ ക്യാമറ വെച്ച് പിടിച്ച പ്രിൻ്റ്, അതാണ് ഈ CD കടകളിൽ ഇംഗ്ലീഷ് സിനിമകൾക്ക് മിക്കതിനും കിട്ടിയിരുന്നത്. അപ്പോൾ അതൊരെണ്ണം കിട്ടി. അതാണെങ്കിൽ ഫുൾ ഇരുട്ട്. എൻ്റെ കസിൻ്റെ അടുത്ത് കൈയും കാലം പിടിച്ചിട്ടാണ് ഇത് എടുത്തുകൊണ്ട് വന്നത് ഈ മൂവി. പക്ഷേ ഇത് കണ്ടിട്ട് അവർക്കാണെങ്കിൽ ഫുൾ ഇരുട്ടും, അവർക്ക് ഈ ക്യാരക്ടേഴ്സ് ആരാന്നും മനസ്സിലാകുന്നുമില്ല. എനിക്ക് ക്യാരക്ടേഴ്സായിട്ട് ഞാൻ ഈ ഫെമിലിയർ ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് എന്തൊക്കെയോ മനസ്സിലായി. പക്ഷെ ആ സമയത്തും X1 ഇത് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങാണ്ട് HBO-ലും മറ്റുമാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് തുടങ്ങി, അല്ലെങ്കിൽ ഒരു 2000-ൻ്റെ മിഡോടുകൂടി എക്സ്മെൻ ഫാനായി, മാർവലിൻ്റെ സൂപ്പർ ഫാനായ ഒരു ആളാണ് ഞാൻ. ധാരാളം എന്താ പറയുക കേമിയോസും കാര്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. അത് ഇത് പലതും പഴയ മൂവീസിലേക്ക് എന്നുള്ളത് മാത്രമല്ല, ഈവൻ കോമിക്സും. ഫോർ എക്സാമ്പിൾ, നമ്മൾ അതിൻ്റെ ഉള്ളിൽ എക്സ്മെൻ്റെ പല വേരിയൻസിനെയൊക്കെ കാണിക്കുമ്പോൾ പാച്ചൊക്കെ വരണമെന്ന് നമുക്ക് ഓൾറെഡി അറിയായിരുന്നു. പക്ഷേ അതേസമയം ഇതിൽ വേരിയൻ്റായിട്ട് കാണിച്ച അപ്പോക്കലിപ്സ് വേൾഡിലെ വോൾവറിനുണ്ട്. ഭയങ്കര മുടിയൊക്കെ ആയിട്ട് ആ വോൾവറിന് ഒരു കൈയില്ല, ഒരു കൈ മുറിഞ്ഞു പോയിട്ട് അവിടെ മറ്റേ ക്യാപ്പിട്ട് വെച്ചേക്കാണ്. ആ വോൾവറിനാണ് നമ്മളതിൽ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ യെല്ലോ ആൻഡ് ബ്രൗൺ കോസ്റ്റ്യൂമിൽ ഹൾക്കായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്.
ഇനിഷ്യലി ഹൾക്കായിട്ട് ആണ് വോൾവറിൻ എന്താ പറയുക ശരിക്കും വന്നപ്പോൾ ഫൈറ്റ് ചെയ്തത്. ഹൾക്കിൻ്റെ ഒരു വില്ലൻ പോലെയായിരുന്നു വോൾവറിൻ വന്നത്. അപ്പോൾ അതേപോലെ തന്നെ വോൾവറിൻ്റെ ഫസ്റ്റ് കോമിക്സ് ഞാൻ വായിക്കുന്നത് ബാലരമയിലാണ് കേട്ടോ. സ്പൈഡർമാൻ കോമിക്സ് ആ ഒരു ഇതിലാണ് ഞാൻ ബാലരമയിലാണ് വായിക്കുന്നത്. എനിവേയ്സ്, അപ്പോൾ ഈ ഒരു മൂവിയിൽ എന്നെ ഒരു ഫാൻ എന്ന രീതിയിൽ ഇഷ്ടപ്പെടാനായിട്ട് ഇഷ്ടം പോലെ കാര്യങ്ങളായിരുന്നു. ചവർ കണക്കിന് ഈ പറഞ്ഞ പോലെ കെമിയോസ്, അതും എന്താ പറയുക ബ്ലേഡൊക്കെ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കണ്ട് ഹരം കയറിയിട്ടുള്ളൊരു ഇതാണ്. അതിലും റയൻ റെയ്നോൾഡ്സ് ഉണ്ടായിരുന്നു ബ്ലേഡിൽ, ട്രിനിറ്റിയിൽ റയാൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു ക്യാരക്ടറായിട്ട്. സോ അതൊരു റീയൂണിയനൊക്കെ പോലെയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഗാംബിറ്റ് വരുന്ന സീൻ, ശരിക്കും ഗാംബിറ്റ് ഈ എക്സ്മെൻ ഒറിജിൻ വോൾവറിൻ്റെ ഒക്കെ സമയത്ത് ശരിക്കും പുള്ളി അതിലോട്ട് കാസ്റ്റ് ചെയ്തിട്ട് ജെം സ്ട്രീറ്റോ അതിൻ്റെ ഏതോ ടൈമിൻ്റെ ക്ലാഷ് വന്നുകൊണ്ട് പുള്ളിക്ക് കിട്ടാതെ പോയതാണ്. സോ ഇതേപോലെ കുറച്ച് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നത്തെ ഫോക്സിൻ്റെ മൂവീസും അതേപോലെ ആ സമയത്തെ നിങ്ങൾ കോമിക് മൂവീസിൻ്റെ അല്ലെങ്കിൽ കോമിക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ ഫോളോ ചെയ്തിരുന്ന ആളാണെങ്കിൽ മാത്രമേ ഇതൊക്കെ കുറേ കണക്റ്റ് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവിക്ക് 2 തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് വന്നിട്ടുണ്ടാകുക. ഒന്ന്, ഇതൊരു ആവറേജ് മൂവിയായിരുന്നു, പക്ഷേ കുറേ കാര്യങ്ങളും കഥകളൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ കെമിയോസ് ആരൊക്കെയാണെന്നൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് ഫൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു, പക്ഷെ ഒരു ആവറേജ് മൂവി ആയിട്ടേ തോന്നിയുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടാവും. അതേസമയം കിഡിലൻ മൂവി നൊസ്റ്റാൾജിയൊക്കെ കൊണ്ടുവന്നു അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ടാവും. ഇതിൽ രണ്ടാമത്തെ കാറ്റഗറിയാണ് തീർച്ചയായിട്ടും ഞാൻ. പിന്നെ ഡെഡ്പൂൾ മൂവി ഏതാണെങ്കിലും, ഫസ്റ്റ് ആണെങ്കിലും സെക്കൻഡ് ആണെങ്കിലും വലിയ കാര്യമായിട്ട് കഥകളൊന്നുമില്ല. കഥയിലല്ല ഡെഡ്പൂൾ പിടിച്ചു നിൽക്കുന്നത്. ഡെഡ്പൂളിൻ്റെ ഹ്യൂമറും അതേപോലെ ഫോർത്ത് വാൾ ബ്രേക്കിങ്ങിലൊക്കെയാണ് പിടിച്ചു നിൽക്കുന്നത്. അതില്ലാതെ വന്ന ഡെഡ്പൂൾ മറ്റേ ഒറിജിൻസ് വോൾവറിനിൽ വന്നത് മഹാക്കച്ചറയായിരുന്നതുമാണ്. സോ ഈ ഒരു മൂവിയിൽ എന്താണോ നമുക്ക് ഫസ്റ്റിലും സെക്കൻഡിലും കിട്ടിയത് അതൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. അല്ലാതെ വലിയ കാര്യമായിട്ട് കഥയൊന്നും വരില്ല. ഇപ്പോൾ ഈ ഒരു 3 ഡെഡ്പൂൾ മൂവീസിലും ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള കഥ എന്ന് പറയുന്നത് ഇതിൽ തന്നെയായിരിക്കും. പക്ഷേ ഇത് ആ മൂവി ഇതിൽ തരുന്ന ആവേശം, അതായത് ആ ക്യാരക്ടർ നമുക്ക് ഈ മൂവിയിൽ തരുന്ന ആവേശം ഒട്ടും കുറവല്ല. പിന്നെ വേറെ എടുത്തു പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ് ഇവാൻസിനെ അതിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ക്യാപ്റ്റനായിട്ടല്ല, ജോണിയായിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്താണെന്ന്, അതായത് ഫ്ലെയിമോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവഞ്ചേഴ്സ് അസംബിൾ എക്സ്പെക്ട് ഇരിക്കുന്ന നിങ്ങൾ ഫ്ലെയിമോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചാടി എഴുന്നേറ്റ് കൈയടിക്കണം എന്നുണ്ടെങ്കിൽ ഫാന്റാസ്റ്റിക് ഫോർ മൂവി കണ്ടിട്ടുള്ളൊരു ഫാനാണെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അപ്പോൾ കുറേ മൂവീസ് കാണാനുണ്ട്. അതേപോലെ തന്നെ ലോക്കി 2 സീസൺ കാണാത്തവർക്ക് എന്താണ് ഇതിൽ നടക്കണതെന്ന് കാര്യമായിട്ട് പിടുത്തം ഉണ്ടാവില്ല. കാരണം ആ ഒരു ടിവിയുടെ തീമിനെ വച്ചിട്ട് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു മൂവിയുടെ മെയിൻ കഥ തന്നെ വന്നേക്കുന്നത്. അപ്പോൾ അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇത് ലിങ്ക് ചെയ്യാനും കാര്യങ്ങളും പറ്റിയെന്ന് വരില്ല. സോ ഇതെല്ലാം കണ്ടിട്ടുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ആ ലെവലിലുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു മൂവിയാണ്. അഗെയിൻ കഥയ്ക്ക് വേണ്ടിയിട്ടല്ല, പക്ഷേ ഹ്യൂഗ് ജാക്ക്മാൻ വോൾവറിനായിട്ട് തിരിച്ചു വരുന്നു. അതേപോലെ മില്ലിനിയൽസിന് വേണ്ടിയിട്ടുള്ള ധാരാളം റെഫറൻസ്, കോമിക് ഫാൻസിന് അതായത് കോമിക്സ് വായിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ധാരാളം റെഫറൻസ്, പഴയ ഫോക്സ് മൂവി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കുള്ള റെഫറൻസ്, ഇതെല്ലാം വന്നിട്ടാണ് ഈ മൂവി ഒരു ഭയങ്കര മൂവി ആകുന്നത്. അതല്ലാത്ത ആൾക്കാർക്ക് ഇതത്രയും ഒരു മികച്ച മൂവിയായിട്ട് തോന്നില്ല. പിന്നെ സൗണ്ട് ട്രാക്കൊക്കെ നല്ലത് തന്നെയായിരുന്നു. ഇപ്പോൾ എന്താ പറയുക, ബൈ 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 എന്ന് പറയുന്നത് അതെനിക്ക് തോന്നുന്നു എല്ലാവരുടെയും പ്ലേലിസ്റ്റ് കയറിയിട്ടുണ്ട് ആ ഒരു സോങ്. ഇപ്പോൾ ആ തുടക്കത്തിൽ ഡാൻസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ടൈറ്റിൽ സീക്വൻസ് മൊത്തത്തിൽ വരുന്നത് അതും പറഞ്ഞിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. അതായത് ലോഗൻ മികച്ചൊരു സിനിമയായിരുന്നു, അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ മെമ്മറിയെ ഓണർ ചെയ്തുകൊണ്ട് എങ്ങനെ ഈ ഒരു ഇതിലേക്ക് വീണ്ടും വോൾവറിനെ കൊണ്ടുവരാം എന്ന് ഞങ്ങൾ ആലോചിച്ചില്ല. കാരണം അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് വോൾവറിൻ്റെ കുഴി തോണ്ടി അതെടുത്ത് അടിക്കുകയൊക്കെ ചെയ്യുന്നത്. എല്ലെടുത്ത് അടിക്കുക. ഡൂഡ്, ഇറ്റ് വാസ് ഹിലേരിയസ്. സോ അവിടെ തുടങ്ങിയ ആ ഒരു ഓളമാണ് അത്. എന്താ പറയുക, ലാസ്റ്റ് ക്യാപ്റ്റൻ അമേരിക്കയായിട്ട് ക്രിസ് ഇവാൻസ് വന്നിരുന്ന സമയത്ത് ലാംഗ്വേജ് എന്ന് പറഞ്ഞിരുന്ന ആളാണ്. അയാൾ ആ സ്ക്രീനിൽ അത്രയും കേഴ്സ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ, അതായത് എന്താ പറയുക, നമ്മുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വരെ ആ ഒരു ഓളം ഇത് എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതേപോലെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. നമുക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. മേ ബി 3D കാണേണ്ട പടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ആയിരിക്കാൻ സാധ്യതയില്ല. തുടക്കത്തെ ആ ടൈറ്റിൽ സീക്വൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ കയറിയിട്ട് 3D ഇതൊന്നും വരുന്നില്ല. അതേപോലെ ആക്ഷനൊക്കെ അടിപൊളിയാണ്. എഗെയിൻ പല ആക്ഷനും നമുക്ക് നമ്മൾ ഒരു ഫാൻ എക്സ്പെക്ട് ചെയ്യുന്ന അതിൽ വരെ ഫാൻ സർവീസ് ഇവർ ചെയ്തിട്ടുണ്ട്. അതായത് വോൾവറിനും ഡെഡ്പൂളും ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് തുടങ്ങുമ്പോൾ തന്നെ വോൾവറിൻ മറ്റേ
കിടന്ന് ഓടിക്കൊണ്ട് പോണതാണ്. അത് ശരിക്കും കോമിക്സിൽ അല്ലെങ്കിൽ ആ ഒരു ഇപ്പോൾ എക്സ്മെൻ എവല്യൂഷൻ അതേപോലത്തെ കാർട്ടൂണിലൊക്കെ കാണുന്ന ആ ഒരു ടൈപ്പ് ഫൈറ്റാണ്. സോ നമ്മൾ മൂവിയിൽ ശരിക്കും വോൾവറിനെ ആ ഒരു രീതിയിൽ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഡെഡ് പൂൾ കോറിനെ കൊണ്ടുവന്നതൊന്നും എനിക്കത്ര വലിയ കാര്യമായിട്ട് കുഡ് ഹാവ് ബീൻ ബെറ്റർ. അത് ഡെഡ് പൂൾ തന്നെ പറഞ്ഞ പോലെ സൗണ്ട്സ് മോർ ലൈക്ക് ലേസി റൈറ്റിംഗ്. പിന്നെ മാർവലിൻ്റേതായ കുറേ ക്ലീഷയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് എന്താ പറയുക, മറ്റേ ഇതിലുണ്ടായിരുന്ന B13 ആണെന്ന് തോന്നുന്നു, ടിവിയുടെ ഹെഡ് പീറ്ററിനെ കാണുമ്പോൾ ഫ്ലർട്ട് ചെയ്യണത് ഇത്ര സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ബേസിക്കലി ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് എഗെയിൻ സ്ഥിരം മാർവലിൻ്റെ ക്ലീഷയാണ്. പക്ഷേ മാർവലിൻ്റെ ക്ലീഷകളിൽ നിന്ന് മാറി അത് വളരെ കുറച്ചുള്ളൂ. MCUയിലേക്ക് ഇത് വന്നപ്പോഴും ആ ക്ലീഷയുടെ ഇത് വലിയ കാര്യമായിട്ട് ഇതിനെ അഫക്റ്റ് ചെയ്തില്ല. ഇങ്ങനെ കുറച്ച് പോർഷൻസ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഡെഡ് പൂളിൻ്റെ ഹ്യൂമർ തന്നെയാണ്. അത് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. മേ ബി ഒരു കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്പോയിലർ ഡിസ്കഷൻ നമുക്ക് വേണമെങ്കിൽ നടത്താവുന്നതാണ്. അതിന് താല്പര്യം ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മേ ബി ഒരു ലൈവായിട്ടോ ഒരു ഡിസ്കഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ കാര്യം കമൻറ്റ് ചെയ്യുക. പിന്നെ മൂവിയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടി കമൻറ്റ് ചെയ്യുക. ഇത് ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ ധൈര്യമായിട്ട് സ്പോയിലേഴ്സ് ഇട്ടോ. അപ്പോൾ എന്താ പറയുക, എഗെയിൻ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് ഇത് സ്പോയിലർ റിവ്യൂ ആണെന്ന്. സോ കമൻറ്റ് വന്ന് നോക്കണവർക്ക് അതിൻ്റെ ഒരു പ്രശ്നം കാണില്ല. അപ്പോൾ ധൈര്യമായിട്ട് സ്പോയിലേഴ്സ് ഇടുക. എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, ഏത് ക്യാരക്ടറെയാണ് അല്ലെങ്കിൽ ഏത് ജോക്കും കാര്യങ്ങളുമാണ്, എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത്, ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ വന്ന് കമൻറ്റ് ചെയ്തോ. സോ വീഡിയോ കണ്ടതിന് താങ്ക്സ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.